ശ്രീശങ്കരൻ സിദ്ധി കാണിച്ചതായിട്ട് പറയുന്നു. പക്ഷെ ജ്ഞാനി അത് സിദ്ധി കാണിച്ചുകൂടാത്തതാണ്. ആ രംഗമാണ് മാറ്റിയെടുക്കാൻ ശ്രമിച്ചത്, അല്ല ശ്രീശങ്കരനെ മാറ്റിയെടുക്കാൻ. ഈ ജ്ഞാനി എന്നുള്ള ഭാഗത്ത് ഒരൊറ്റ സിദ്ധി കാണിച്ചുകൂടാത്ത സിദ്ധി വൈഭവങ്ങളോ മറ്റൊരു സേവനവൃത്തിയോ സേവാവൃത്തിയോ ഒന്നും ചെയ്യുക. ഇതാണ് ശ്രീശങ്കരനിൽ നിന്ന് മനസ്സിലായി. എന്താണ് ശ്രീശങ്കരൻ കാട്ടിൽ പോയപ്പോൾ ഒരു കഥ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊരു സിദ്ധിയായിട്ട് ജനങ്ങൾ ധരിക്കുകയും ചെയ്യും. ശരിയാണ്, സിദ്ധിയാണ്. രാജാവിന്റെ കൂട്ടിൽ കയറി എന്നെല്ലാം നിങ്ങൾക്കറിയാം. പക്ഷെ അതങ്ങനെ ചെയ്തുകൂടാത്ത വചനം. അതുകൊണ്ട് ശ്രീശങ്കരന് ഈ അവസ്ഥ കടന്നു പോകാൻ കഴിയും. ഈ അവസ്ഥ എന്ന് പറഞ്ഞത് ഏഴാമത്തെ ആകാശത്തിന്റെ പൂർണ്ണരൂപം. അത് വേദാന്തം പഠിച്ചവർക്കറിയാം. പക്ഷെ പറയുന്നുണ്ടെങ്കിലും അവരതിനെപ്പറ്റി ഏഴാമത്തെ അവസ്ഥയെപ്പറ്റി പറയുന്നുണ്ടെങ്കിലും അതിനെ എങ്ങനെ കണക്കാക്കിയെടുക്കുമെന്ന് ആർക്കും അറിയില്ല. ഏഴ് ആകാശത്തെ പറയും. അപ്പൊ ഈ ഏഴ് ആകാശം കഴിഞ്ഞാൽ പിന്നെ രണ്ടാകാശം അത് പൂർത്തീകരണമായിട്ട് ഉള്ളതാണ്. അത് ആരും ചെയ്തിട്ടില്ല. ഏഴ് ചെന്ന് നോക്കിയേ. അപ്പൊ ഏഴ് പൂർത്തിയാക്കിയാൽ ഈ കർമ്മം വരില്ല. ഈ സിദ്ധികർമ്മത്തിന്റെ ദോഷം. ഇത് ഈ ദോഷം തീണ്ടാത്തത് ഒരു മകനുണ്ട്. അത് നബിയാണ്. ആ ദോഷം തിരിച്ചിട്ടില്ല. സിദ്ധി കാണിക്കാൻ ബുദ്ധിമുട്ട്. പിന്നെ അതിന് വന്ന ശേഷമുള്ള ജിന്നസേവക്കാരെന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും. അതല്ല, നബി അത് കാണിച്ചതേ ഇല്ല. അപ്പൊ സിദ്ധികാലങ്ങള് കാണിക്കാത്ത ഒരാളായിട്ട് ഈ അവസാന പ്രവാചകൻ എന്ന് പറയുന്ന ആള് കാണിച്ചില്ല. പക്ഷെ ഇത് കടന്നു പോകാൻ കഴിയും. എഴുതി ചെന്നിട്ട് അപ്പോഴാണ് കാണുന്നത് ഈ ഉലകം ഭരിക്കുന്നത് മൊത്തവും ജിന്നിക്കളാണ്. അവിടെ വെച്ച് അവിടെ ഇരിക്കുകയാണ്. ആ ഭൂമിയിൽ ചോപ്രണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും.